റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് ലഹരി സംഘം വീട് കയറി ആക്രമിച്ചുവെന്ന് പരാതി. കരമന സ്വദേശി സൈനബയുടെ വീടാണ് ലഹരി സംഘം ആക്രമിച്ചത്. ലത്തീഫ്, കബീർ, ജാഫർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം. സൈനബയെയും മകനെയും സംഘം മർദ്ദിച്ചു. വീടിന്റെ വാതിലും ജനലും ടിവിയും എല്ലാം തല്ലിത്തകർത്ത നിലയിലാണ്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ കൂടി നമ്മളിപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ലഹരി സംഘമാണ്. അവർ വീടിന്റെ പൂട്ട് പൊളിക്കുന്നുണ്ട്. വീട് പൊളിച്ചുള്ളിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. ജനലും വാതിലും തകർക്കുന്നുണ്ട്. TV തകർത്തു. വീടിൽ അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു ലഹരി സംഘം. സൈനബയും മകനെയുമാണ് ആക്രമിച്ചത്. ആക്രമിച്ചവരുടെ ഇവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അവൻ തന്നെയാണ് ആ വണ്ടിയെ കൊണ്ടുവന്ന് ഇടിച്ച്, ഈ പറയുന്ന പുള്ളി നുബാൻ എന്ന് പറയുന്നത് പുള്ളി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി. എന്നിട്ട് ഈ ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മളാണ് വണ്ടി കൊണ്ട് ഇവിടെ വെച്ച് അടി ഉണ്ടാക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരുടെ വീട്ടിലും കയറി ചീത്ത വിളിച്ചു. വീണ്ടും ആൾക്കാർ അവൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് ഗുണ്ടകളെ ഇറക്കി, മലയും കീഴുന്നും ആ ഭാഗത്തു നിന്നുള്ള ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കേസുണ്ടാക്കി. അവൻ തന്നെയാണ് തല പിടിച്ചത്. കാരണം അവൻ്റെ കയ്യിൽ ചുറ്റിലുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വന്ന് കയറുന്നതിൻ്റെ ഭാഗത്ത് ഒരു കബീർ എന്ന് പറയുന്നത്, ജാഫർ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ വീട്ടിൻ്റെ ഭാഗത്തുള്ള 2 പയ്യന്മാരുടെ ഒരു ബുള്ളറ്റ് മനഃപൂർവ്വം വഴി തടസ്സപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാൻ എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇഷ്യൂ പോലും ചോദിക്കാത്ത രീതിയിൽ ഞാൻ എൻ്റെ വണ്ടി ഉരുട്ടിക്കൊണ്ട് നേരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുകയായിരുന്നു. മദറിനെ വീട്ടിനകത്ത് സേഫായിട്ട് കയറ്റി ഉടനെ ഇവന്മാർ പുറത്തിറങ്ങുകയും അസഭ്യം പറയുകയും ചീത്ത വിളിക്കുകയും മാരകായികമായിട്ട് നേരെ വീട്ടിലെ ഫ്രണ്ടിലോട്ട് വരികയും അപ്പോൾ ഉടനെ നമ്മൾ ഡോർ അടയ്ക്കുകയാണ് ചെയ്തത്. ഉടൻ തന്നെ വീടിൻ്റെ ഗ്ലാസ് ഡോർ ഇടിച്ച് പൊട്ടിക്കുകയും അനധികൃതമായി ഇരുമ്പ് കമ്പിയുണ്ട് വീടിൻ്റെ അകത്ത് സിറ്റൗട്ടിനകത്തോട്ട് കയറി വന്ന് അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ തുറന്നില്ല. നമ്മൾ എന്നിട്ട് അവന്മാരുടെ സെറ്റിൽ ഒരു 10, 20, 30 പയ്യന്മാർ, ഇവിടുത്തെ ഏതൊക്കെ പയ്യന്മാർ കാണാത്ത പല പയ്യന്മാരെയും കൊണ്ട് ഇതിനോട്ട് വന്ന് വളഞ്ഞു നിർത്തിയിട്ട് ഇവിടെ വന്ന് ആൾക്കൂട്ടാക്രമണത്തെ രീതിയിലോട്ടൊക്കെ ചെയ്തു. യുവമാരെ അടിച്ച് പൊട്ടിച്ച് ഇവരെല്ലാം ഒരു 5-6 പേരുണ്ടായിരുന്നു. കരമന ജാഫർ, കരമന കബീർ, കരമന ലത്തീഫ്. ഇവിടെ ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് ഒരു 1 വീക്ക് എന്തായിട്ടുണ്ടായിരുന്നു. അയാളും ഉൾപ്പെടെ ചേർന്ന് ഈ വീടിനെ അടിച്ച് പൊട്ടിച്ച് എൻ്റെ മദറിൻ്റെ പുറത്തൂടെ ഈ വാതിലിനെ അടിച്ച് പൊട്ടിച്ചിട്ടു. എന്നിട്ട് വീടിനകത്ത് കയറി വന്ന് ഈ ടിവിനെടുത്ത് എറിഞ്ഞ് മദറിൻ്റെ പുറത്തൂടെ എറിഞ്ഞു. TV എടുത്ത് പൊട്ടിച്ച് ഇവിടെ കിടപ്പുണ്ട്. CCTV ക്യാമറ അടിച്ച് പൊട്ടിച്ചു. 2-3 CCTV ക്യാമറ അടിച്ച് പൊട്ടിച്ചു. അത് CCTV ഈ ഫുട്ടേജ്, ആദ്യത്തെ അടി ഇവൻ പൊട്ടിക്കുന്നവരെയുള്ള ഫുട്ടേജ് അതിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ അടിച്ച് പൊട്ടിച്ചതിന് ശേഷമാണ് വീട്ടിനകത്തോട്ട് കയറിയത്. മദറിൻ്റെ ഇവിടെ വന്നിട്ട് പൊളന്നിരിപ്പുണ്ട്. ഒരു ക്ലിപ്പിട്ടിട്ടാണ്. ലത്തീഫ്, കബീർ, ജാഫർ എല്ലാവരും കരമന സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കുന്നു. വീടിന്റെ വാതിലും ജനലും TVയും എല്ലാം തകർത്തു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടു. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഇവർക്കെതിരെ പോലീസ് നടപടിയായിട്ടുണ്ടോ? കേസ് കൊടുത്തിട്ടുണ്ടോ ഇവർ? അരുൺ, ഈ കഴിഞ്ഞ ഏപ്രിൽ 30 രാത്രി 9 മണിയോടുകൂടിയാണ് കരമന സ്വദേശിയായിട്ടുള്ള സൈനബയുടെ വീട്ടിൽ ഇത്തരത്തിൽ വലിയൊരു ആക്രമണ പരമ്പര നടന്നത്. ഏറെക്കാലമായിട്ട് ഈ പ്രദേശത്ത് സൈനബയും മകൻ നുബു ഖാനും ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കരമന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട ഈ 3 പ്രതികൾ ലത്തീഫ്, കബീർ, ജാഫർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. ഇവരെ പിടികൂടാനായിട്ട് നിലവിൽ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ 9 മണിക്ക് രാത്രി മകളുടെ വീട്ടിൽ പോയതിനു ശേഷമാണ് ഈ ഉമ്മയും മകനുമായിട്ട് തിരിച്ച് കരമനയിലുള്ള വീട്ടിലേക്ക് വന്നത്. വരുന്ന സമയം ഒരു 2 വീലറിന് മാത്രം പോകാൻ കഴിയുന്ന ഒരു വഴിയായിരുന്നു. ആ വഴിയിൽ ഒരു ബുള്ളറ്റ് വെച്ചിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ഒരാളുടെ. പക്ഷേ അപ്പോൾ ഇയാൾക്ക് ഒരു 2 വീലർ ഉണ്ടായിരുന്നു. 2 വീലർ തട്ടാതെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് നുബു ഖാൻ പറയുന്നത്. പക്ഷേ ആദ്യം നമ്മൾ ഈ പ്രതികരണം കേൾക്കുമ്പോൾ ആ പ്രതിഭാഗത്തു നിന്നുള്ള ഒരാളുടെ പ്രതികരണമായിരുന്നു. അവർ പറയുന്നത് ഈ ബുള്ളറ്റ് ഇടിച്ചതിന് ശേഷം ഇദ്ദേഹം സ്വന്തം വീടിനെ ഇടിച്ചു തകർക്കുകയും ഈ ഉമ്മയെ ചുറ്റിക കൊണ്ട് തകർത്തു എന്നുള്ളതാണ് ഈ പ്രതിഭാഗം ആൾക്കാരുടെ ആരോപണം. പക്ഷേ നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 3 പേരും അവരുടെ കൂടെ ഒരു കൂട്ടം സംഘങ്ങളും വന്ന് ഈ വീടിന്റെ വാതിൽ അടിച്ചു തകർക്കുകയും ജനൽ ചില്ലുകൾ തകർത്തതിനു ശേഷം ഈ 3 CCTVകൾ പുറത്തുണ്ടായിരുന്നു. ആ CCTVകളും തകർത്തു. വീടിന്റെ TV തകർത്തു എന്നുള്ളതാണ് നമുക്ക് ആ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ഇനി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. വലിയൊരു ആരോപണമാണ് നിലവിൽ ഈ ഉമ്മയും മകനും ഉന്നയിക്കുന്നത്. നിലവിൽ ഈ ഉമ്മയുടെ തലയിൽ ഒരു 7 സ്റ്റിച്ചുകളുണ്ട്. വാതിൽ തകർത്തപ്പോൾ അകത്തുണ്ടായിരുന്ന
ഉമ്മയുടെ തലയിലേക്കാണ് ഈ വാതിൽ വന്ന് വീണത്. അതിൽ 7 സ്റ്റിച്ചുമായി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അവർ അഡ്മിറ്റ് ആണ്. എന്തായാലും ഇവർ ലഹരി സംഘങ്ങളാണോ, ലഹരി മാഫിയയുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, നിലവിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരാണ് എന്നുള്ളതാണ് നുബു ഖാൻ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് അങ്ങനെ എന്തെങ്കിലും കേസുമായി ബന്ധമുണ്ടോ എന്നുള്ളത് നിലവിൽ കരമന പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇവർക്ക് നടത്തിയിരിക്കുന്നു, ലഹരി സംഘമാണ് ഈ അതിക്രമം നടത്തിയിരിക്കുന്നത് എന്നാണ് സൈനബയുടെയും മകന്റെയും ആരോപണം. എന്നാലും ആക്രമണം നടത്തിയത് ശരിയായില്ല. വീട് കയറി ആക്രമണമൊക്കെ നടത്തുക, അതിന് സ്ത്രീയുടെ തലയിലേക്ക് TV എടുത്തിടുക, 7 സ്റ്റിച്ച് വരിക, ഇതൊന്നും ചെറിയ വകുപ്പുകളല്ലല്ലോ. എന്തായാലും കുറച്ചു കാലം പിടിച്ചിട്ടാൽ അകത്ത് കിടക്കേണ്ടി വരുന്ന കേസായി മാറിക്കഴിഞ്ഞു.